ഹലോ, ഞാൻ മധു ഭാസ്കരൻ. ഒരു ദിവസം ബിടെക് പാസ്സായി 3 കൊല്ലം കഴിഞ്ഞ് ജോലി കിട്ടാത്ത ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അയാൾ എന്നോട് പറഞ്ഞു, സാറേ, എനിക്കിതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. കാരണം ജോലി കിട്ടാനുള്ള കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ അത്ര മിടുക്കനൊന്നുമല്ല. എൻ്റെ ചേട്ടൻ വളരെ മിടുക്കനാണ്, ഞാൻ അത്ര കഴിവുള്ള ഒരാളൊന്നുമല്ല എന്ന് ഇയാൾ തൻ്റെ കുറവുകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ കഴിവില്ലാത്തവനാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഇല്ല സാർ, എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ചേട്ടൻ വളരെ മിടുക്കനാണ്, ഞാൻ അത്ര. നിങ്ങളുടെ ചേട്ടൻ മിടുക്കനാണെന്നും നിങ്ങൾ കഴിവില്ലാത്തവനാണെന്നും നിങ്ങൾ എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയുന്നു? അത് എനിക്കറിയാം, എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ പറഞ്ഞ് എനിക്കറിയാം എന്നൊക്കെ ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, സുഹൃത്തെ, നമുക്ക് ഈ കാര്യം വിടാം. നമ്മൾ രണ്ടുപേരും ഒരു കാട്ടിലൂടെ നടന്നു പോവാണെന്ന് കരുതുക. നമുക്ക് 2 കൂട്ടുകാരെ കിട്ടി. ഒരു ആനയിനെയും ഒരു കുരങ്ങനെയും കിട്ടി. അങ്ങനെ നമ്മൾ 4 പേരും ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മുകളിലുള്ള ഒരു മലയുടെ മുകളിലിരിക്കുന്ന ഒരു പഴം എനിക്ക് വേണം. അപ്പം ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടതൊന്ന് പറിച്ചു തരാമോന്ന്. ഈ 2 പേർ, ആനയും കുരങ്ങനും 2 പേർ ആരായിരിക്കും ആ പ്രവൃത്തി ചെയ്ത് എന്നെ സഹായിക്കുക? അയാൾ എന്നോട് പറഞ്ഞു, കുരങ്ങനായിരിക്കും ചെയ്യുക. ഞാൻ ചോദിച്ചു, ഇപ്പോൾ ആരാണ് മിടുക്കൻ? അപ്പോൾ അയാൾ പറഞ്ഞു, കുരങ്ങനാണ് മിടുക്കൻ എന്ന് പറഞ്ഞു. കുറച്ചും കൂടി നടന്നു പോയപ്പോൾ ഒരു വലിയ മരം കിടക്കാണ് നമ്മൾ പോകുന്ന വഴിക്ക്. ഈ മരം എടുത്തു മാറ്റണം. ഇത് ചെയ്യാൻ പറയുമ്പോൾ ഈ 2 പേരിൽ ആരായിരിക്കും അത് ചെയ്യുക? അയാൾ പറഞ്ഞു, ആനയായിരിക്കും ചെയ്യുക. ഞാൻ ഇപ്പോൾ ചോദിച്ചു, ആരാണ് മിടുക്കൻ? ഇപ്പം ആനയാണ് മിടുക്കൻ. അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു, കുറച്ചു മുമ്പ് നിങ്ങൾ കുരങ്ങനാണ് മിടുക്കൻ എന്ന് പറഞ്ഞു, ഇപ്പം ചോദിക്കുന്നു ആനയാണ് മിടുക്കൻ എന്ന്. എന്താണ് ഇങ്ങനെ വാക്കുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ ഉത്തരം, സാർ, അത് സത്യമല്ലേ, ആ കാര്യത്തിൽ കുരങ്ങൻ മിടുക്കൻ, ഈ കാര്യത്തിൽ ആന മിടുക്കൻ. എൻ്റെ സുഹൃത്തെ, ഇത് തന്നെയാണ് ജീവിതവും. നിന്റെ ചേട്ടൻ ചില കാര്യങ്ങളിൽ മിടുക്കൻ, നീ വേറെ ചില കാര്യങ്ങളിൽ മിടുക്കൻ. നിന്റെ ചേട്ടൻ ഏത് കാര്യത്തിലാണോ മിടുക്ക്, അയാൾ അത് തിരിച്ചറിഞ്ഞു. നീ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് നിന്റെ ജീവിതത്തിൻ്റെ ദുരന്തം. നിന്റെ സ്ട്രെങ്ത് തിരിച്ചറിയാൻ പറ്റാത്ത കാലത്തോളം ഇത്തരം താരതമ്യങ്ങൾ നടത്തി ജീവിതത്തിൽ ദുഃഖിക്കാൻ മാത്രമേ നിനക്ക് കഴിയുകയുള്ളൂ എന്നതാണ് സത്യം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റികൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ്. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്ന 2 തത്വങ്ങൾ ഉണ്ട്. ഒന്ന്, ആ തത്വങ്ങൾ മാത്രമല്ല, അത് ലോകത്തെ ഏറ്റവും വലിയ സത്യമാണെന്ന് ഞാൻ അറിയോട് വിശ്വസിക്കുന്നു. ഒന്ന്, ഈ ലോകത്തൊരു ജന്മം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിന് എന്തെങ്കിലും ഒരു യുണീക്നെസ്, ഒരു പ്രത്യേകത ഉണ്ടാകും എന്നത് തന്നെയാണ്. രണ്ടാമത്തെ സത്യം, ആ യുണീക്നെസ്സിൽ അയാൾ അൺലിമിറ്റഡ് ആയ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും, അതിരുകളില്ലാത്ത സാധ്യതയുള്ള ആളായിരിക്കും. എല്ലാ കാര്യത്തിലും അതിരുകളില്ലാത്ത സാധ്യതയുള്ള ആളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ യുണീക്നെസ്സിൽ, അയാളുടെ ആ പ്രത്യേകതയിൽ അയാൾക്ക് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകും എന്നത് തന്നെയാണ് സത്യം. അപ്പോൾ മനുഷ്യൻ എപ്പോഴാണ് താരതമ്യം ചെയ്യുക? എൻ്റെ യുണീക്നെസ്, എൻ്റെ പ്രത്യേകത, എനിക്ക് മാത്രമുള്ള ആ പ്രത്യേകത ഞാൻ തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തോളം ഞാൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട്, ഈ മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോഴാണ് നെഗറ്റീവായ എമോഷൻസ് വരിക. അസൂയ ഉണ്ടാകുന്നത്, കുനിഷ്ടുണ്ടാകുന്നത്, കുശുമ്പുണ്ടാകുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ്. നമ്മുടെ പ്രത്യേകതയും നമുക്ക് മാത്രം പ്രകൃതി തന്ന ആ യുണീക്നെസ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. താരതമ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വത്വം നഷ്ടപ്പെടുത്തും എന്ന തിരിച്ചറിവാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും അത്യാവശ്യം. താങ്ക് യു വെരി മച്ച്.